ഈ വീഡിയോ OnePlus Nord 5 കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നെക്സ്റ്റ് ഡേ തന്നെ OnePlus Nord 5 CE അല്ല Nord CE 5 കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. സോ 30,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. എഫക്റ്റീവ് പ്രൈസ് വരുന്നത് 32,000 ആണ് 8GB 256GB വരുന്നത്. ടോപ്പ് വേരിയൻറ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തേക്കാം. പക്ഷേ 256 ഉള്ളതുകൊണ്ട് ബേസ് വേരിയൻറ്റിന് ധാരാളമാണ്. ഈ 30,000 രൂപ പ്രൈസ് പോയിന്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഫോൺ വാല്യൂ ഫോർ മണി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എനിക്ക് പറയാനും പറ്റില്ല. ഈ ഫോൺ എന്നാൽ എടുക്കണ്ടേ എന്ന് ചോദിച്ചാൽ എടുക്കണ്ട എന്നും പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് പല പല കാരണങ്ങളുണ്ട്. സോ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും അടിപൊളി ഫോണും അല്ല എന്നാൽ മോശവുമല്ല. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടിൻ്റെ അകത്ത് കളേർഡ് ആയിട്ടുള്ള കേസ്, 80 വാട്ട്സിൻ്റെ ചാർജർ, Type A to Type C കേബിള്, സാധാരണ കിട്ടുന്ന റെഡ് കേബിള്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ, സിം ഇഞ്ചക്ടർ, പിന്നെ അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. 3 കളർ വേരിയൻസിലാണ് ഈ ഫോൺ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ 3 കളർ വേരിയൻസും ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഫുള്ളിരുന്ന് കാണാൻ ശ്രമിക്കുക. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന ടെക്ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ. ഞാനാണ് അമർനാഥ്. ഫുൾ ടൈം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഡിസൈൻ സെറ്റപ്പൊക്കെ നോർമലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. Nord 4 നിന്ന് Nord 5 വന്നപ്പം കുറച്ചും കൂടി നോർമലായിട്ട് വന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. നോർമൽ ഡിസൈനാണ്. Gorilla Glass 7i ആണ് ഫ്രണ്ടിൽ വരുന്ന പ്രൊട്ടക്ഷൻ. പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഗ്ലാസ് ബാക്കാണ് കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലം Nord 4 നിങ്ങൾക്ക് മെറ്റൽ ബാക്കും മെറ്റൽ ഫ്രെയിംസ് വരുന്നു. ഇപ്രാവശ്യം ഗ്ലാസ് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിംസുമായി. അതൊരു ഡൗൺ ഗ്രേഡ് ആണ് ആക്ച്വലി. 213 ഗ്രാം വെയിറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് കാണും. 8.1 mm മാത്രമേ തിക്നെസ് ഉള്ളൂ. സോ തിക്നെസ് ലേശം കുറവാണ്. Type C 2.0 ആണ് പോർട്ട് വരുന്നത്. എയർ ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഒരു പ്ലസ് കീ വരുന്നുണ്ട്. അലേർട്ട് സ്ലൈഡർ നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതിന് പകരം പ്ലസ് കീ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്ലാറ്റ് സൈഡ്സ് ആണ്, നിങ്ങൾക്ക് ഫ്ലാറ്റ് സ്ക്രീനാണ് കിട്ടുന്നത്. പിന്നെ IP65 ആണ് വാട്ടർ റേറ്റിംഗ്. IP68 69 കൊടുത്തിട്ടില്ല. അതൊരു മോശപ്പെട്ട ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ പ്രൈസ് റേഞ്ചിൽ IP68 69 വരാറുണ്ട്. അത് കൊടുക്കേണ്ടതുമായിരുന്നു. ഡിസ്പ്ലേൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 6.83 ഇഞ്ചസിൻ്റെ 1.5K റെസൊല്യൂഷൻ AMOLED സ്ക്രീനാണ്. LTPS പാനലാണ്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ബെസൽസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത്. വലിയ ബെസൽസ് ഒന്നുമല്ല. യൂണിഫോം ആയിട്ടുള്ള നല്ല രീതിയിൽ കാണാൻ രസമുള്ള ഡിസ്പ്ലേ തന്നെയാണ്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അത് ഗെയിമിങ്ങിൻ്റെ ടൈമിൽ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്. അല്ലാത്ത പക്ഷം നോർമലി 120 ഹെർട്സ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 1800 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്, 1400 നിറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്, HDR 10+ൻ്റെ സപ്പോർട്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേൻ്റെ ഓഡിയോ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കൊടുത്തത്. അതിലൊന്നും കുറവോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്താണ് Snapdragon 8s Gen 3 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് IQ Neo 10R കിട്ടുന്ന ചിപ്സെറ്റാണ്. 30,000 രൂപ പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് 8s Gen 4 കിട്ടുന്നുണ്ട് IQ Neo 10 പിന്നെ പോക്കോ F7 പെർഫോമൻസ് ആയാലും ഇതിനേക്കാളും അടിപൊളിയായിരിക്കും. സോ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും അടിപൊളി ചിപ്സെറ്റ് അല്ല ഇത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. LPDDR5X കിട്ടുന്നുണ്ട്, നല്ല കാര്യം, ലേറ്റസ്റ്റ് ആണ്. പക്ഷേ UFS 3.1 കിട്ടുന്നുള്ളൂ. 4.0 കഴിഞ്ഞ പോലെ അവർ കൊടുത്തിട്ട് ഇപ്രാവശ്യം 3.1 ആക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം 4.0 ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് കിട്ടാനുണ്ട്. അതും കൂടി ചിന്തിക്കുക. 7300 mm² VC കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. സോ അത്ര ഹീറ്റ് ആവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 1.47 മില്യൻ്റെ പുറത്താണ് AnTuTu സ്കോറൊക്കെ വരുന്നത്. ഏകദേശം 1.5 മില്യൺ. കഴിഞ്ഞ കൊല്ലത്തെ Nord 4 അതേ ലെവലിലുള്ള പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 144 FPS ഗെയിമിങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അത് വളരെയധികം പ്രൂവിങ് ആയിട്ട് ആരും വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെനിക്ക് ഇപ്പം നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന വീഡിയോസ് വളരെ പെയ്ഡ് റിവ്യൂ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. 144 FPS BGMI കളിക്കുന്നതായിട്ടൊരു സ്ക്രീൻഷോട്ടാണ് പലരും കാണിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എനിവേസ് 144 FPS ഗെയിമിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ COD മൊബൈലിൽ നിങ്ങൾക്ക് 120 FPS കിട്ടാൻ സാധ്യതയുള്ളൂ. ആൻഡ് അടുത്ത ബാറ്ററി സെക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് 6800 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ ചാർജിങ്, വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടോടെ കിട്ടുന്നില്ല. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് കുഴപ്പമൊന്നുമില്ല. വലിയ ബാറ്ററിയാണ്, അത്യാവശ്യം നല്ല ചാർജിങ് സ്പീഡും ഉണ്ട്. 120 വാട്ട്സ് ഒന്നുമില്ല, പക്ഷേ 80 വാട്ട്സ് കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി സോഫ്റ്റ്വെയർ OxygenOS 15 ആണ്, Android 15 ആണ്. പിന്നെ 4 വർഷത്തെ Android അപ്ഡേറ്റ്, 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്. ബ്ലോട്ട്വെയർ കുറേശ്ശെ വരുന്നുണ്ട്. പിന്നെ AI ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് മൈൻഡ് സ്പേസ്, അതായത് പ്ലസ് കീ ഉപയോഗിച്ചിട്ടുള്ള മൈൻഡ് സ്പേസ് പരിപാടികൾ, സർക്കിൾ ടു സെർച്ച്, ജെമിനി, ട്രാൻസ്ക്രൈബ്, മറ്റേത് മറിച്ചത്, എല്ലാ സംഭവം വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തം കോൾ റെക്കോർഡിങ്ങും കിട്ടുന്നുണ്ട്. നമുക്ക് വിളിച്ച് പറയാത്ത, അതായത് അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത കോൾ റെക്കോർഡിങ്. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, വേസ് അൺലോക്ക്, NFC സപ്പോർട്ട് വരുന്നുണ്ട്.
Wi-Fi 6, Bluetooth version 5.4 എല്ലാ കാര്യങ്ങളും അതിലൊന്നും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. ലാസ്റ്റ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 50 മെഗാ പിക്സലിൻ്റെ LYT700 എന്ന് പറയുന്ന സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഏറ്റവും അടിപൊളി ഹാർഡ്വെയർ അല്ല ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ സോഫ്റ്റ്വെയർ വൈസ് അവർ ഒപ്റ്റിമൈസ് ചെയ്യുന്നു എന്നാണ് പലവരും പറഞ്ഞത്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ കിട്ടും. പക്ഷേ ടെലിഫോട്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് മോട്ടറോളയൊക്കെ ടെലിഫോട്ടോ തരുന്നതാണ്. അപ്പം ടെലിഫോട്ടോ ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് കിട്ടുന്നില്ല. അതും നമ്മൾ നോക്കണം. പിന്നെ അൾട്രാ വൈഡിൽ മാത്രമാണ് നിങ്ങൾക്ക് 1080p 30 fps മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും പ്രൈമറി ആയിട്ട് 4K 60 fps വീഡിയോ റെക്കോർഡിങ് കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ മൊത്തത്തിൽ ക്യാമറ കുഴപ്പമില്ല. അതായത് ഇനി ഫൈനൽ വെർഡിക്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ കിട്ടും, കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ കിട്ടും. OxygenOS ആണ്. ColorOSൻ്റെ പരിപാടി ആണെങ്കിൽ കൂടിയും നല്ല സോഫ്റ്റ്വെയർ ആയിരിക്കും. നല്ല ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായാലൊന്നും കുഴപ്പമില്ല. ഫ്ലാറ്റ് സ്ക്രീൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഫ്ലാറ്റ് സ്ക്രീനാണ് ഈ പ്രൈസ് പോയിന്റിൽ. പക്ഷേ IP റേറ്റിംഗ് കിട്ടുന്നില്ല, നിങ്ങൾക്ക് അൾട്രാ വൈഡും കിട്ടുന്നില്ല. അത് രണ്ടാണ് മെയിൻ സാക്രിഫൈസ്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള ചിപ്സെറ്റും അല്ല. പക്ഷേ ആ ഒരു 3 കാര്യം കൊണ്ട്, പിന്നെ പ്ലാസ്റ്റിക് ഫ്രെയിംസ് ഒക്കെയാണ്. വേണേൽ നോർഡ് 4 നോക്കിക്കഴിഞ്ഞാൽ പിന്നെ UFS 3.1 ആണ്. ഇങ്ങനത്തെ കുഞ്ഞു സാക്രിഫൈസസ് ആണെങ്കിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എക്സ്പീരിയൻസ് മേ ബി ബെറ്റർ ആയിരിക്കും. സോ ഫുൾ വീഡിയോ, അതായത് ഇനിയും ഇൻഹാൻഡ് റിവ്യൂസ് കുറേ വരാനുണ്ട്. അതൊക്കെ വന്നതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ ഈസിലി റെക്കമെൻഡബിൾ ഒന്നുമല്ല. പക്ഷെ എന്നാലും റെക്കമെൻഡ് ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെയും കാരണമുണ്ട്, ഞാൻ ഈ വീഡിയോ രണ്ടാമതാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യം റെക്കോർഡ് ചെയ്ത സമയത്ത് ഞാൻ മൈക്ക് ഇവിടെ കുത്തിയിരുന്നു, അവിടെ കുത്തിയില്ല. അങ്ങനെ മൊത്തത്തിൽ വോയിസ് മെസ്സപ്പായിട്ട് ഇപ്പോൾ രണ്ടാമത് റെക്കോർഡ് ചെയ്യുക. സോ അതിനുള്ളൊരു സപ്പോർട്ടെങ്കിലും തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. സോ വീഡിയോ അവസാനം വരെ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ, നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്. ബൈ.